IPL ഇനോഗ്രേഷൻ സീസണിലെ ചാമ്പ്യൻ ഓപ്ഷന് മുന്നേ റീടെൻഷൻസ് വെച്ച് വളരെ അടിപൊളി കോർ ഉണ്ടാക്കിയ ടീം. ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ വെദർ ദേ ഹാവ് ബിൽഡ് ദ ടീം ഫോർ നെക്സ്റ്റ് 3 years. സഞ്ജു ചേട്ടന്റെ ടീം എങ്ങനെ വന്ന് നോക്കാം. വെൽക്കം ടു പാഡി ഫീൽഡ് ക്രിക്കറ്റർ. അപ്പൊ ചേട്ടാ, ടീം സെറ്റായോ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ ടോപ്പ് 12 പോവാം. അവിടുന്ന് അങ്ങോട്ട് നോക്കാം. ഓപ്പണിംഗ് ഫാന്റാസ്റ്റിക് ആണ്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ. ഇത്രയും നല്ലൊരു ഇന്ത്യൻ ഓപ്പണിംഗ് വേറൊരു ടീമിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജു ആൻഡ് യശസ്വി ജയ്സ്വാൾ is in complete form all over every format for India. Sanju Samson opening for India in 2020s. So yeah, nothing better. At number 3, ഓപ്ഷന് മുന്നേ വരെ ഞാൻ പ്രതീക്ഷിച്ചത് ധ്രുവ് ജുരലിന് ഒരു പ്രൊമോഷൻ കിട്ടുന്നതാണ്. ധ്രുവ് ജുരൽ വിൽ ബാറ്റ് അറ്റ് number 3 because he was retained for 14 crores. അപ്പോ Royals will let him have more balls to play at and he will be the anchoring role എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ in the auction they went heavily for Nitish Rana. അപ്പോ I think there is no other goal. Nitish Rana has to play at number 3 because he's a really good batter at number 3. He has done that in the past for KKR as well. So it makes sense to make Nitish Rana go at 1 down. 2 down should be the same as last time. Riyan Parag discovered himself at number 4 നമുക്കങ്ങനെ പറയാം last season. അപ്പോൾ Riyan Parag followed by Dhruv Jurel. He is also in very good form in the test matches. So in all formats, Dhruv Jurel at number 5. Then comes again retained player Shimron Hetmyer. He's also in really good form in the other T20 leagues. Then comes the lower order where we are getting back Jofra Archer this time. Rajasthan Royals പ്ലെയർ ആയിരുന്നു കുറച്ച് സീസണിന് മുന്നേ, പിന്നെ പരിക്ക് വന്നു, പിന്നെ മുംബൈ എടുത്തു, പക്ഷെ അങ്ങനെ കളിക്കാൻ പറ്റിയില്ല. സോ വിൽ ബി ഹോപ്പിംഗ് ടു സീ എ ഫുൾ ഫ്ലെജ്ഡ് ജോഫ്ര ആർച്ചർ ദിസ് ടൈം. ഫോളോഡ് ബൈ 2 spinners, Vanindu Hasaranga and Mahesh Deekshana, both from Sri Lanka. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിപ്ലേസ്മെന്റ് ഫോർ രവിചന്ദ്രൻ അശ്വിൻ ആൻഡ് യുസി ചഹൽ ലാസ്റ്റ് ടൈം. ഒരു ഓഫ് സ്പിന്നർ, ഒരു ലെഗി replaced by an off spinner and a leggy from Sri Lanka. And then the last 2 pacers who will be supporting Jofra Archer at his job will be Sandeep Sharma, who was already retained by Rajasthan Royals, and Tushar Deshpande, straight from Chennai. So this is how the top 11 is looking like. And then moving on to the impact players. Number 1 will be Akash Madhwal. If you ഒരു നല്ല റൈറ്റ് ആം പേസ് ബോളറാണ് ഫ്രം മുംബൈ ഇന്ത്യൻസ്. ആൻഡ് ശുഭം ദുബെ is a left-handed batter who played almost a couple of games last season for Rajasthan Royals. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, മേ ബി ദിസ് ഇയർ. സോ ദിസ് വിൽ ബി ദ മെയിൻ പ്ലേയേഴ്സ്. കൂടുതൽ കളികളും കളിക്കാൻ പോകുന്നത് ഈ ഒരു 13 പേരായിരിക്കും. ആൻഡ് ദെൻ വി ഹാവ് എ വെരി സ്മോൾ ബെഞ്ച് വെൻ കമ്പയർഡ് ടു അതർ ഫ്രാഞ്ചൈസസ്. നമ്പർ 1, ഒരു നല്ലൊരു ഡീൽ, ഫസൽ ഹക്ക് ഫറൂഖി ഫ്രം അഫ്ഗാനിസ്ഥാൻ. വെറും 2 കോടി കിട്ടി. ഹി ഹാഡ് ആൻ അമേസിംഗ് വേൾഡ് T20 വേൾഡ് കപ്പ്. ആൻഡ് ദെൻ ഫോളോഡ് ബൈ കുമാർ കാർത്തികേയ, who's also an Indian spinner. Yudhvir Singh, Kunal Rathore and Ashok Sharma being some uncapped Indian players. Mafaka from South Africa, ഒരു pace bowler. And then the surprise pick of this year's auction, Vaibhav Sooryavanshi, the 13-year-old becomes a crorepati. 1.1 crore നാണ് രാജസ്ഥാൻ റോയൽസ് സൂര്യവംശിനെ എടുത്തത്. ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെ നല്ല സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പയ്യനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കളി കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. Now before moving on, the main
ഫോക്കസ് പോയിന്റ്സ് ഈ ഒരു 11 അല്ലെങ്കിൽ ഈ ഒരു 12 കാണുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ടോപ്പ് 5 ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. അങ്ങനെ വേറൊരു ഫ്രാഞ്ചൈസിനും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ടോപ്പ് 5 ഒരു ഇന്ത്യൻ കോർ വെച്ചാണ് രാജസ്ഥാൻ റോയൽസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ടോപ്പ് 5 യങ് പ്ലേയേഴ്സ് ആണ്. അപ്പം ഒരു 3 വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർഷം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കാൻ ചാൻസ് ഉള്ള, റീറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ടോപ്പ് 5. ആ ഒരു ബാറ്റിംഗ് യൂണിറ്റിൽ ആകെ ഷിംറാൻ ഹെറ്റ്മെയർ മാത്രമാണ് ഒരു ഫോറിൻ ഇതുള്ളത്. അപ്പോൾ വി ആർ യൂട്ടിലൈസിങ് മോർ ഓഫ് അവർ ഫോറിൻ സ്ലോട്ട്സ് ഫോർ ദ ബോളിംഗ് യൂണിറ്റ്, വിച്ച് ഇസ് ഡിഫറെൻറ്റ് ദാൻ ലാസ്റ്റ് ഇയർ. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രെൻഡ് ബോൾട്ട് മാത്രമായിരുന്നു ഒരു ഫോറിൻ പ്ലെയർ ഉണ്ടായിരുന്നത് ബോളിംഗ് യൂണിറ്റിലെ. പക്ഷേ ഇപ്രാവശ്യം അത് മോർ പ്ലേയേഴ്സ് ആയി. Pretty solid 12, but I see a lot of concerns here. Starting from, I don't see a backup foreign batter for Hetmeyer. ബാക്കപ്പ് ഫോർ ഹെറ്റ്മെയർ എനിക്കറിയില്ല അവരെന്തുകൊണ്ട് എടുത്തില്ല എന്ന് സത്യം പറയാം, ശരിയാണ്. ഞാൻ പ്രതീക്ഷിച്ചു ആരേലും ഞാൻ പ്രതീക്ഷിച്ച ഒരു മെയിൻ ഓപ്പൺ പൊസിഷൻ ഫോർ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് ആ ഒരു നമ്പർ 7 കളിക്കാൻ പറ്റിയ ഒരു ജെയ്സൺ ഹോൾഡർ, ഒരു റോമൻ പവലിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലേസ്മെൻറ്റ്, ഹൂ ക്യാൻ ബാറ്റ് പ്ലസ് ഹൂ ക്യാൻ ഗിവ് 4 overs. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഫ്ര ആർച്ചർ, ഹസരംഗ, ദേ ക്യാൻ ഹിറ്റ് സിക്സസ്, പക്ഷേ ഹൗ കൺസിസ്റ്റൻ്റ്ലി ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഐ വാസ് ലുക്കിംഗ് ഫോർ എ ബാറ്റിംഗ് ഓൾറൗണ്ടർ, ബട്ട് ദേ ഡിഡ് നോട്ട് ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാം കറൻ 3.2 crores CSK പോയത്. അപ്പോൾ ഐ വാസ് തിങ്കിങ് സാം കററിന് വേണ്ടി ഒന്ന് പുഷ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 വരെ, ഒരു 5 crore വരെ പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. ദേ വിൽ പുഷ് ഫോർ ഇറ്റ്, ബട്ട് അവർ പുഷ് ചെയ്തില്ല. സെയിം തിങ് ദേ വെൻ ഫോർ കൃണാൽ പാണ്ഡ്യക്ക് അവർ ബിഡ് ചെയ്തപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, നൗ they are looking for someone who can bat and give some few overs. പക്ഷേ കൃണാൽ പാണ്ഡ്യനെ കിട്ടിയില്ല. അപ്പോൾ തന്നെ ഐ തോട്ട് ഓക്കെ, മേ ബി വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന, അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ കളിക്കുന്ന ഒരാൾക്ക് വേണ്ടി നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ദേ ഡിഡ് നോട്ട്. അപ്പോൾ ഐ ഡോണ്ട് നോ what was the logic behind, but yeah, it's disappointing to see that Shimran Hetmeyer doesn't have a backup. ഹെറ്റ്മെയറിന് പരിക്ക് വന്നാൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൾ വന്ന് തിരിച്ചു പോകേണ്ടി വന്നാൽ there is no other option other than playing Vaibhav Sooryavanshi there or Shubham Dubey into the lineup and then Vaibhav Sooryavanshi becoming the impact, something like that. That's a weak point. Followed by the same kind of question. You don't see a backup for Hetmeyer, but we are not seeing any backup all-rounders also. So our Rajasthan is going to use the traditional 6-5 combination, which I think they pretty much used in a few seasons, and they were successful. But what do you think? 2022 നമുക്ക് ആക്ച്വലി ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു, where we had 6 batters, 5 bowlers, and Ravichandran Ashwin being the bridge between these two sections. But it went pretty decent. നമ്മൾ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കമ്പയർഡ് ടു ദോസ് ടൈം, ഐ മീൻ ഇപ്പോഴും വി ഹാവ് ദ ഇമ്പാക്ട് റൂൾ. സോ ഇറ്റ്സ് നോട്ട് ഐഡിയലി 6-5, ഇറ്റ് ഈസ് ഐദർ എ 6-6 ഓർ എ 7-5. അപ്പോൾ അത് കുറച്ചൊക്കെ ഈ ഒരു ഇമ്പാക്ട് റൂൾ വെച്ച് ഹൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അൺലൈക്ക് ദ ഷിംറാൻ ഹെറ്റ്മെയേഴ്സ് കേസ് വേർ ദർ ആർ നോ ബാക്കപ്സ്, ഇത് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഹൈഡ് ചെയ്ത് ആ ഒരു വീക്ക്നെസ് ഹൈഡ് ചെയ്ത് വെച്ച് പോവാം. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ടീംസിനോട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ ദേ ഹാവ് എ ബഞ്ച് ഓഫ് ഓൾറൗണ്ടേഴ്സ്. നമ്പർ 9 വരെ ബാറ്റ് ചെയ്യും, ഒരു 6-7 പേര് ബോൾ 4 overs കൺസിസ്റ്റൻ്റ് ആയിട്ട് എറിയാൻ പറ്റുന്ന ഒരു 6-7 പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീംസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡിസപ്പോയിൻറ്റിങ്, ബട്ട് സ്റ്റിൽ എങ്ങനെയും കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മെയിൻ ഒരു കൺസേൺ അല്ല, മെയിൻ ഒരു മിസ്സിംഗ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം with the duo of Ashwin and Chahal, they were pretty good in the spin department. Now coming the foreign spinners, രണ്ടാമത് ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിക്കുന്നത്, ബട്ട് whether they will be as successful as the spin duo we had in the form of Ashwin and Chahal. The ശ്രീലങ്കൻ ഡുവോ ഇന്ത്യൻ ഡുവോന്റെ അത്ര എഫക്റ്റീവ് ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, അത് കണ്ടു തന്നെ അറിയണം.
the reason why Tikshana came into the lineup probably because he's part of the PAL Royals, South African T20 ലീഗിലെ റോയൽസ് ടീമിലെ മെയിൻ ബോളറാണ് തീക്ഷണ. അപ്പം ആ ഒരു ബന്ധം, ആ ഒരു ഘടകബന്ധം വെച്ചായിരിക്കണം തീക്ഷണനെ അവർ പിടിച്ചത്. ആൻഡ് അബൌട്ട് ഹസരംഗേനെ എടുത്തത്, ഒരു കിംവദന്തി പരക്കുന്നത് ഹസരംഗേനെ എടുത്തത് കൂടുതലും റോയൽസിന് വേണ്ടി കളിക്കാനല്ല, ബട്ട് ഇൻസ്റ്റെഡ് സഞ്ജു സാംസണിനെ ഔട്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഇത് ഉണ്ട്. ബിക്കോസ് അവർ വലിയൊരു മാച്ചപ്പാണ്. ഹസരംഗ ഒരുപാട് തവണ സഞ്ജുവിനെ ഔട്ടാക്കിയിട്ടുണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, ദേ ടു ഹാവ് ഇറ്റ് ഇൻ ദം ഫോർ ഷുവർ. എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അവരെന്തായാലും ബെറ്റർ ആയിട്ട് കളിക്കുമെന്ന് വിചാരിക്കുന്നു. വിത്ത് ഓൾ ദി വെരി ഗുഡ് ഇന്ത്യൻ ലൈനപ്പ് അറ്റ് ദ ടോപ്പ്. ബട്ട് 3 സീസൺസ് പിടിച്ച് നിൽക്കോ ഈ ഒരു ടീം വെച്ചോണ്ട്? മേ ബി ഡ്യൂറിങ് ദ each season they have tried and also they can manage it, but let's see. And our final question, where do you see them after the league stage? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ടോപ്പ് 12 ലുക്സ് സോളിഡ്. അവർ തന്നെ എല്ലാ കളിയും കളിച്ച് അവർ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചാൽ ചിലപ്പോൾ പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമായിരിക്കും. പക്ഷേ ടു ബി ഫ്രാങ്ക്, 14 കളികളുണ്ട്. ദർ ആർ ഫാക്ടേഴ്സ് ലൈക്ക് ഇന്റർനാഷണൽ കോൾസ് ഏതെങ്കിലും വന്നാൽ അങ്ങോട്ട് പോകേണ്ടി വരും, പരിക്കുകൾ ഉണ്ടാവും, ബാക്ക് ടു ബാക്ക് ഗെയിംസ് ആണല്ലോ, അപ്പം പരിക്കുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു നല്ലൊരു ബാക്കപ്പ് ഇല്ലാതെ, നല്ലൊരു ബെഞ്ചില്ലാതെ ഒരു ടീമിനെ IPL ടോപ്പ് 4 പൊസിഷനിൽ എത്തുക എന്നുള്ളത്, എസ്പെഷ്യലി വെൻ കമ്പയർഡ് ടു ദീസ് ചാലഞ്ചിങ്, അത്രയും കട്ടക്ക് നിൽക്കുന്ന അത്രയും ബാക്കി 9 ടീംസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ലുക്സ് ഹാർഡ്. അപ്പോൾ നല്ല ആഗ്രഹമുണ്ടെങ്കിലും ഐ വുഡ് സേ ദാറ്റ് ഐ ഡോണ്ട് സീ ദം ഇൻ ദ പ്ലേ ഓഫ്സ് ദിസ് ടൈം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫ്രം അവർ ടേബിൾ. See you.